വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ ലൂക്ക രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 22, 47 മുതൽ 53 വരെയുള്ള വാക്യങ്ങൾ. യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നു. അവൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ജനക്കൂട്ടം അവിടെ വന്നു. 12 പേരിൽ ഒരുവനായ യൂദാസാണ് അവരുടെ മുൻപിൽ നടന്നിരുന്നത്. യേശുവിനെ ചുംബിക്കാൻ അവൻ മുൻപോട്ട് വന്നു. യേശു അവനോട് ചോദിച്ചു, യൂദാസേ, ചുംബനം കൊണ്ടോ നീ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്നത്? എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നു കണ്ടപ്പോൾ യേശുവിനോട് കൂടെയുണ്ടായിരുന്നവർ, കർത്താവേ, ഞങ്ങൾ വാളെടുത്ത് വെട്ടട്ടെയോ എന്ന് ചോദിച്ചു. അവരിലൊരുവൻ പ്രധാന പുരോഹിതന്റെ സേവകനെ വെട്ടി അവന്റെ വലതു ചെവി ഛേദിച്ചു. അതുകണ്ട് യേശു പറഞ്ഞു, നിർത്തു. അനന്തരം യേശു അവന്റെ ചെവി തൊട്ട് അവനെ സുഖപ്പെടുത്തി. അപ്പോൾ യേശു തനിക്കെതിരായി വന്ന പുരോഹിത പ്രമുഖന്മാരോടും ദേവാലയ സേനാധിപന്മാരോടും ജനപ്രമാണികളോടും പറഞ്ഞു, കവർച്ചക്കാരനെതിരെ എന്ന പോലെ വാളും വടിയുമായി നിങ്ങൾ വന്നിരിക്കുന്നുവോ? ഞാൻ നിങ്ങളോട് കൂടെ എല്ലാ ദിവസവും ദേവാലയത്തിലായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ പിടിച്ചില്ല. എന്നാൽ ഇത് നിങ്ങളുടെ സമയമാണ്, അന്ധകാരത്തിന്റെ ആധിപത്യവും. ശത്രുകരങ്ങളിൽ സ്വയം ഏൽപ്പിക്കുന്ന യേശു. ഗെത്സമൻ തോട്ടത്തിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം യേശു ശിഷ്യന്മാരോടായിട്ട് സംസാരിച്ചു കൊണ്ടു നിൽക്കുന്ന അവസരത്തിലാണ് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് യൂദാസിന്റെ നേതൃത്വത്തിലുള്ള ഒരു പറ്റ ആളുകൾ ആ തോട്ടത്തിലേക്ക് കടന്നു വരുന്നത്. ആസൂത്രിതമായിട്ടുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വരവ് യേശുവിനെ ബന്ധിക്കുന്നതിനു വേണ്ടിയായിരുന്നു. യൂദാസായിരുന്നു അവരുടെ നേതൃത്വം വഹിച്ചിരുന്നത്. യൂദാസ് മുന്നോട്ട് വന്ന് യേശുവിനെ അഭിവാദനം ചെയ്തുകൊണ്ട് ഗുരു സ്വസ്തി എന്ന് പറഞ്ഞ് ചുംബിക്കുന്നു. കാരണം അവർ പിടിക്കേണ്ട വ്യക്തി യേശു തന്നെ ആയിരിക്കണം. ശിഷ്യന്മാരിൽ ആരും ആൾമാറി പിടിക്കപ്പെടാനിടവരരുത് എന്ന നിർബന്ധ ബുദ്ധിയുള്ളതിന്റെ അടിസ്ഥാനത്തിലും കൂടിയാകണം യേശുവിനെ തിരിച്ചറിയുന്നതിനു വേണ്ടി ആ ചുംബനം അടയാളമായി തീർന്നത്. സാധാരണ രീതിയിൽ സ്നേഹത്തിന്റെ അടയാളമായി കരുതപ്പെടുന്ന ചുംബനം അങ്ങനെ വഞ്ചനയുടെ അവതാരമായിട്ട് അവിടെ മാറുകയാണ്. യൂദാസിനോട് യേശു ചോദിക്കുന്നു, യൂദാസേ സ്നേഹിത, നീ ചുംബിച്ചുകൊണ്ടാണോ നിന്റെ ഗുരുവിനെ ഒറ്റിക്കൊടുക്കുന്നത്? തൽക്ഷണം തന്നെ മുൻകൂട്ടി തീരുമാനിച്ച അടിസ്ഥാനത്തിൽ യൂദാസിന്റെ കൂടെ വന്ന ആളുകൾ എല്ലാവരും കൂടി തന്നെ യേശുവിനെ ബന്ധിക്കുന്നതിനുള്ള ശ്രമത്തിലാണ്. ആകെ അന്തരീക്ഷം പ്രക്ഷുബ്ധമാകുന്നു. ഇത് കണ്ട് നിന്നിരുന്ന യേശുവിന്റെ ശിഷ്യന്മാരിൽ ഒരാൾ കൈവശമുണ്ടായിരുന്നൊരു വാളൂരി പ്രധാന ആചാര്യന്റെ സേവകന്മാരിൽ ഒരാളുടെ ചെവി വെട്ടി താഴെയിടുന്നു. യേശു അത് ശ്രദ്ധിച്ചിട്ട് ശാസനാപൂർവം പറയുന്നു, വാളതിന്റെ ഉറയിലിടുക, വെട്ടും കുത്തുക അല്ല നമുക്ക് ആവശ്യം. അങ്ങനെ അതിനെ നിരുത്സാഹപ്പെടുത്തുന്നു ആക്രമണത്തെ. അതിനുശേഷം യേശു തന്നെ ബന്ധിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ആ ജനക്കൂട്ടത്തോടായിട്ട് പറയുന്നു, ഞാൻ ദിനംപ്രതി എന്ന വിധത്തിൽ നിങ്ങളുടെ സിനഗോഗുകളിലും പൊതുസ്ഥലങ്ങളിലും പഠിപ്പിച്ചിരുന്നവനാണ്. ദേവാലയ പരിസരങ്ങളിലും ഞാൻ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അന്നൊക്കെ നിങ്ങൾ എന്നെ പിടിക്കാൻ ശ്രമിച്ചു എന്ന് ഒരിക്കലും നിങ്ങൾക്കതിന് സാധിച്ചില്ല. ഇത് നിങ്ങളുടെ സമയമാണ്. അന്ധകാരം ആധിപത്യം നേടുന്ന അവസരം. ഈ അവസരത്തിനായി ഞാൻ എന്നെ തന്നെ വിട്ടുതരികയാണ് എന്ന് പറഞ്ഞുകൊണ്ട് യേശു തന്നെ അവരുടെ കൈകളിൽ ഏൽപ്പിക്കുകയാണ് അവിടെ ഉണ്ടായത്.